അഭിനന്ദൻ വർദ്ധമാൻ 2 മണിയോടെ വാഗ അതിർത്തിയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ ഇന്നലെയാണ് പാകിസ്ഥാൻ നാട്ടിലേക്ക് തിരിച്ചയക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചത്. ഇന്ന് ഏതാണ്ട് 1 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരും എന്നായിരുന്നു നമ്മൾ നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഒരല്പം വൈകാനിടയുണ്ട്. നടപടിക്രമങ്ങളിലെ വൈകലാണ് ഈ സമയം ദീർഘിച്ചതിന് കാരണം എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 2 മണിക്ക് പക്ഷേ ഏതായാലും അദ്ദേഹം വാഗ അതിർത്തിയിൽ എത്തിച്ചേരും എന്ന വിവരം ലഭിക്കുന്നുണ്ട്. രാജ്യത്തെമ്പാടും തന്നെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ വരവേൽക്കാനായിട്ടുള്ള വിവിധ പരിപാടികളടക്കമുള്ളവ ആളുകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടായുള്ള തമിഴ്നാട്ടിൽ ചെന്നൈയിൽ അടക്കം അമ്പലങ്ങളിലടക്കം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വരവേൽക്കുന്നതിനായി വാഗ അതിർത്തി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ആളുകളും ചേർന്നാണ് അദ്ദേഹത്തെ വാഗ അതിർത്തിയിൽ വെച്ച് സ്വീകരിക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരം. നമ്മോടൊപ്പം വിവിധയിടങ്ങളിൽ ആളുകൾ തുടരുന്നുണ്ട്. എം ഉണ്ണികൃഷ്ണൻ അതാത് സമയത്തെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മേജർ രവി നമുക്കൊപ്പം തുടരുക തന്നെയാണ്. ശ്രീ മേജർ രവി, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൊതു ജനസാമാന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ യുദ്ധം എന്ന ഒരു കാര്യത്തിലേക്ക് പോകുമോ എന്ന ഭയപ്പാട് ഈ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല രാജ്യത്താകെ തന്നെയും ഉണ്ടായിരുന്നു. ചില ആളുകൾ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തന്നെയും യുദ്ധം എന്നത് വിനാശകാരിയായ ഒരു സംഗതിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വികാരവും അത്ര തന്നെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മാറിപ്പോകുന്നു എന്നതിനുള്ളൊരു സൂചനയായിട്ട് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമായിരിക്കില്ല എന്ന ഒരു സന്തോഷം നൽകുന്ന കാര്യത്തിലേക്ക് വരികയാണോ സാഹചര്യം? അഭിനന്ദന്റെ തിരിച്ചുവരവ് അങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെ എത്തിക്കുക? അഭിനന്ദന്റെ തിരിച്ചുവരവ് ഇറ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് എൻഡ് ഓഫ് ദ വാർ എന്നുള്ളതല്ല. പക്ഷേ അവർ എടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അത് നമുക്ക് വളരെയധികം സന്തോഷവും ആശങ്കയ്ക്ക് ഉണ്ടായിരുന്ന വക കുറച്ച് നേരത്തേക്ക് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളും അറിയുന്നുണ്ടായിരിക്കും, ഈ സാംബ സെക്ടറിലും ജമ്മു സെക്ടറിലും പലാംവാല, നൌഷേര ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഇപ്പോഴും ഷെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഭീകരരെ നമ്മൾ വധിക്കുന്നൊന്നും നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഏതെങ്കിലും സിവിലിയൻസ് മരിക്കുന്നുണ്ടോ ആ രീതിയിൽ അവരുടെ ഷെല്ലിംഗ് വരുന്നുണ്ടോ? ഇപ്പോൾ ഇവർ ഷെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 2 രാജ്യത്തിൻ്റെ കയ്യിലും ഇതിൻ്റേതായിട്ടുള്ള രജിസ്റ്റേർഡ് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്തിട്ട് എവിടേക്കാണ് മിലിറ്ററി ബങ്കേഴ്സ് ഉള്ളത്, ഇതൊക്കെ 2 രാജ്യങ്ങളുടെ കയ്യിലും ഉള്ളതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവരിങ്ങനെ ഷെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ രാജ്യവും അതിൻ്റെ പ്രൊട്ടക്ഷൻ നടക്കും. ജനറലി പട്ടാളക്കാർ അങ്ങനെ മരിക്കാറില്ല. ചിലപ്പോൾ 1-2 ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ഈ സംഭവം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ന്യൂസിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായി, അവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു കുറവുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് എന്നും നടക്കുന്നൊരു സംഭവത്തിൽ കുറച്ച് പെർസെൻറ്റേജ് കൂടി എന്നുള്ളതല്ലാതെ ഗ്യാപ്പില്ലാതെ അവർ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. അതിന് സിവിലിയൻസിൻ്റെ ഏരിയയിലേക്ക് അവർ കയറിയിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു 4-5 കിലോമീറ്റർ റേഞ്ച് വരയ്ക്കാണ് ഇവരുടെ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റേഞ്ചിലൊന്നും സിവിലിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു യുദ്ധത്തിലോട്ട് പോവും എന്നുള്ള ആ ആശങ്കയും നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിൽ നിർത്തുക. രണ്ടാമത്തെ, പാകിസ്ഥാൻ്റെ ഇതുപോലുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്. വൺ ഓഫ് ദീസ്, അല്ലെങ്കിൽ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നച്ചിക്കേതയും സ്ക്വാഡ് ലീഡർ അഹൂജി അവിടെ പിടിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം തന്നെത്താൻ വെടിവെച്ചിട്ട് ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ്സ് ലൈക്ക് എ ബ്രേവ് സോൾജർ. ഹീ സെഡ് ദാറ്റ് നോ, ഐ വിൽ നോട്ട് ഗീവ് മൈ ഇൻഫർമേഷൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് നച്ചിക്കേതയെ പിടിച്ചു. അവർ 3 ദിവസം ഇൻട്രഗേഷൻ ചെയ്തിട്ട് തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ബട്ട് ദ വാർ കണ്ടിന്യൂഡ്. അതെന്തുകൊണ്ട്? പാകിസ്ഥാൻ ഓൾറെഡി നമ്മുടെ സ്ഥലത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ തിരിച്ച് പറഞ്ഞ് നിങ്ങൾ നച്ചിക്കേതയെ തിരിച്ചു തന്നുകൊണ്ട് ഞങ്ങളിത് നിർത്തില്ല. അപ്പം നമ്മുടെ ഓരോരോ പോളിസി മാറ്റേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ രാജ്യത്തെ പിക്കറ്റുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിറകിലോട്ട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങളെ അടിച്ച് തുരത്തിയാൽ തന്നെ എന്നാലും നമ്മൾ ആ സ്ഥലം നമ്മൾ പിടിച്ചെടുത്തിരിക്കും. അതുകൊണ്ടാണ് ആ വാറ് നമുക്ക് ഒരു 2 മാസത്തോളം ഇങ്ങനെ പോയത്. പക്ഷേ എങ്കിലും ആ ലിമിറ്റഡ് വാറ് ആ കാർഗിൽ സെക്ടറിൽ തന്നെ നിന്നു. ഇന്നിപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണ്? LOCക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ഈ മുട്ടലുകൾ മാത്രമാണ്. പക്ഷേ അവർ ഒരിക്കലും സിവിലിയൻ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ടില്ല. അത് കാരണം പാകിസ്ഥാൻ അത് വളരെ ഭീകരമായിട്ട് ബാധിക്കും. അങ്ങനെ സിവിലിയൻ ഏരിയയിൽ അത് ഒരു ബോംബ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കാശ്മീരിലെ ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്. അപ്പം അവരുടെ പോലും മനസ്സിനകത്ത് അവരുടെ ആരെങ്കിലും സ്വന്തക്കാർ ഈ ബോംബ് ഷെല്ലോ മറ്റോ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ പോലും ചോദിക്കും പാകിസ്ഥാൻ്റെ അടുത്ത്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എന്നുള്ള അപ്പോൾ അതുകൊണ്ട് എന്താണ് പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെയൊരു സംഭവം ചെയ്യില്ല, സിവിലിയൻ ഏരിയയിൽ ചെയ്യില്ല.
പിന്നെ മിലിറ്ററി ഏരിയയിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഭീകരമാണെന്നുള്ളത് പാകിസ്ഥാൻ അത് മനസ്സിലായി. ഈ 40 പേരെ കൊന്നതിന് ശേഷം നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളത് കാണുമ്പോൾ തന്നെ പാകിസ്ഥാൻ മനസ്സിലാവും ഇന്ത്യ ഈസ് നോട്ട് ഗോയിങ് ടു സിറ്റ് ക്വയറ്റ് ആൻഡ് വാച്ച്. ഈ ഒരു സിറ്റുവേഷനിൽ വി ഹാവ് പ്രഷറൈസ്ഡ് പാകിസ്ഥാൻ. അത് നമ്മുടെ പിന്നെ വേറെ കണ്ടത് എന്താണ്, നമ്മളിവിടെ ഒരു TV ചാനലിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഡിസിഷനെ തെറ്റാണെന്നുള്ള ഡിസ്കഷൻ ഇവിടെ ആരും നടത്തിയിട്ടില്ല. ഇതൊക്കെ പാകിസ്ഥാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ നോക്കുന്ന സമയത്ത് ഇവിടെ TV ചാനലുകളിൽ ഒരു ചർച്ചയിലും ഇവർ തമ്മിൽ അടിക്കുന്നില്ല. ഒരു ഹിന്ദു സംസാരമില്ല, മുസ്ലിം സംസാരമില്ല, ക്രിസ്ത്യൻ സംസാരമില്ല. ഇത് കാണുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങളുള്ളിൽ ചില സമയത്ത് അടിമുടിയൊക്കെ നടത്തുമായിരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് പാകിസ്ഥാൻ എഗെയിൻ ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത്. അത് കിട്ടില്ല എന്ന് കാണുന്ന സമയത്താണ് ഈ രാജ്യത്തിനെ മറ്റു രാജ്യത്തിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നത്. ഈ പ്രഷറൈസ് ചെയ്തതിലാണ് ഇപ്പം എന്ത് പറ്റി, ഇദ്ദേഹത്തിന് അഭിനന്ദനെ പിടിച്ചു എന്നുള്ളത് അവർ തന്നെ വീഡിയോയിൽ പുറത്താക്കുകയും ജനീവ കൺവെൻഷൻ പ്രകാരം അവർക്കത് ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ UN അടക്കം അവരുടെ മുകളിൽ വടിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം കാരണം ഇപ്പം സൽമാൻ ഖാൻ ഇമ്രാൻഖാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അതും വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് നമുക്ക് പീസിനെ കുറിച്ച് സംസാരിക്കാം. ഈ സംസാരം എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യ ആ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന പല സമയത്തും അവരതിനെ നിരാകരിച്ചില്ല, ഞങ്ങൾക്ക് സംസാരിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. കാരണം എപ്പോഴും അവർ വിചാരിക്കുന്നത് വി ക്യാൻ ഗെറ്റ് അവേ, നമുക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യക്കാരെങ്ങനെ വരട്ടിക്കൊണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ പോയി അപ്പുറത്ത് പോയിട്ട് ഒരടി അടിച്ച് കുറച്ച് ആൾക്കാരെ കൊന്നു, കാശ്മീരിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനിയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരുന്ന സിറ്റുവേഷനിൽ നിന്നാണ് ഇന്ന് നമ്മൾ പ്രഷറൈസ് ചെയ്ത് പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞ് ലിസൺ മാൻ, ലാലേട്ടൻ്റെ ഡയലോഗ് തന്നെയാണത്, നിങ്ങൾ വെറുതെ ചൊറിയാൻ പറ്റില്ല, ഞങ്ങൾ മാന്തിക്കളയും എന്നുള്ളത് ഇത് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന സമയത്ത് ഇമ്രാൻഖാൻ വളരെ ബുദ്ധിപരമായിട്ടാണ് ഒരു പൊളിറ്റിക്കലി എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു ഡിസിഷൻ പറഞ്ഞിരിക്കുക. അത് പട്ടാളക്കാരുടെ അടുത്തും പറഞ്ഞു കാണും, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. MiG-21 വെച്ചിട്ട് F-16 അടിക്കാൻ കപ്പാസിറ്റിയുള്ള ഇന്ത്യക്കാരോട് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ മുകളിൽ അവരും തീരുമാനമെടുത്തു. ഓക്കെ, ലെറ്റ് us have a talk. അപ്പം എന്താണ്, പാകിസ്ഥാൻ്റെ ഫേസും അവരും രക്ഷിച്ചു. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇപ്പം അദ്ദേഹത്തിന് പറയാം, അവരിങ്ങോട്ട് വന്ന് നിങ്ങളൊരു വിമാനം ഒരാളെ പിടിച്ചു, നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് കാണിച്ച്. അതാണ് ഞാൻ തിരിച്ചു വരാം മേജർ രവി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒന്ന് ഡോക്ടർ ജോസുകുട്ടിയിലേക്ക് പോയതിനു ശേഷം, ഡോക്ടർ ജോസുകുട്ടി അദ്ദേഹം ആ കാര്യം വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് വെച്ചത്. അതായത് അവർക്കും അവരുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരമായി മാറി അഭിനന്ദനെ കിട്ടിയത്. ആ നിലക്കുള്ളൊരു സമാധാന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം പുറത്തേക്ക് പറയാനും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇവർ ഈ ബഹളമൊക്കെ ഉണ്ടായതിനു ശേഷവും സമാധാനം ആഗ്രഹിക്കുന്നു എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് എന്ന ഒരു നല്ല പേര് ഇമ്രാനും പാകിസ്ഥാനും കിട്ടുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് നമ്മുടെ രാജ്യം ആലോചിക്കുന്നുണ്ടാവുകയില്ലേ? ഒപ്പം ഈ പറയുന്ന നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഭീകരവാദികൾ മറ്റൊരു സംഘമാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമാണ്. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ പ്രധാനപ്പെട്ട സന്നാഹമായിട്ട് ഈ ഭീകരവാദ സംഘത്തെ കാണണമെങ്കിൽ, ഈ ഗ്രൂപ്പുകളെ കാണണമെങ്കിൽ അവർക്കെതിരെ യഥാർത്ഥത്തിൽ അവിടുത്തെ സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാനാണ് സാധിക്കുക എന്ന ചോദ്യമില്ലേ? മസൂദ് അസറിന് മേൽ വലിയ പ്രഷർ, അദ്ദേഹത്തോട് മയപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കുക എന്നതല്ലാതെ മറ്റ് സാഹചര്യങ്ങളില്ലാത്ത, സാധ്യതകളില്ലാത്തൊരു പ്രശ്നം അവിടുത്തെ സർക്കാരിനും ഇമ്രാൻഖാനും മേലില്ലേ? അപ്പോൾ പിന്നെ തീവ്രവാദികൾ വേറൊരു അധികാര കേന്ദ്രമായിരിക്കുന്ന രാജ്യത്ത് നിന്ന് അവർ നടത്തിയ ആക്രമണത്തിൻ്റെ പേരിൽ നമ്മൾ പാകിസ്ഥാനെതിരെ ഒന്നാകെ നീങ്ങുന്നത് ശരിയായിരിക്കുമോ? അത്തരം ചോദ്യങ്ങൾ രാജ്യാന്തര തലത്തിൽ ഉയർന്നു ഉണ്ടാവില്ലേ വരും ദിവസങ്ങളിൽ? ഈ പറഞ്ഞ വിലയിരുത്തലിൽ ഒരു വിയോജിപ്പുണ്ട്. കാരണം പാകിസ്ഥാനിൽ തീവ്രവാദികൾ ഒരു ഓൾട്ടർനേറ്റീവ് സെൻറ്റർ ഓഫ് പവറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാകിസ്ഥാനിൽ പലതരത്തിലുള്ള തീവ്രവാദികളുണ്ട്. അതിൽ പലരോടും പാകിസ്ഥാന് പല നയമാണ്. ഇപ്പോൾ പാകിസ്ഥാനെ തന്നെ എതിർക്കുന്ന തീവ്രവാദികളുണ്ട്, അല്ലെങ്കിൽ അവിടെ വളരെ തീവ്ര ഇസ്ലാമിക സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന തീവ്രവാദികളുണ്ട്, തലിബാനുണ്ട്, അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതിലൊരു വ്യത്യാസം, ഇതിൽ പാകിസ്ഥാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന, എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കുന്ന കൊടും ഭീകരനായ മസൂദ് അസറിനെ ആശുപത്രിയിൽ പരിചരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ അവർ കാശ്മീരിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അണികളായിട്ടാണ് കാണുന്നത്. ഇന്ത്യ സ്പെസിഫിക് ടെററിസ്റ്റിന് അവർ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നിടത്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, കാതലായിട്ടുള്ള പ്രശ്നം. മറ്റ് തീവ്രവാദികൾക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ തയ്യാറാകുമ്പോഴും
തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വിക്ടിം ഞങ്ങളാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഇന്ത്യയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് എല്ലാത്തരം ധാർമ്മികവും ഭൗതികവുമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ളത് പാകിസ്ഥാൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നയമാണെന്ന് അവർ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ വലിയ ധാർമ്മികമായിട്ടുള്ള നിലപാട്, സമാധാനത്തിൻ്റെ വക്താവായി ഉത്തരവാദിത്ത രാഷ്ട്രമായി മാറുന്നു ഞങ്ങൾ എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഈ പ്രസ്താവനയിലെ കളവ് വെളിച്ചത്ത് ആകുന്നത് ഈ പ്രസ്താവനയോട് ചേർത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദത്തിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുവാൻ, അത് അവസാനിപ്പിക്കുവാൻ, മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യുവാൻ, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ നടപടിയെടുക്കുവാൻ, അവിടെ കോടതിയിൽ കിടക്കുന്ന കേസുകൾ ത്വരിതപ്പെടുത്തുവാൻ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകും, അവ നിർത്തലാക്കും എന്ന് ശക്തമായൊരു പ്രസ്താവന ഇമ്രാൻഖാൻ നടത്തിയാൽ മാത്രമേ ഇത് സുസ്ഥിരമായ ഒരു സമാധാനത്തിലേക്ക് പോകുകയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു നടപടി എടുത്താൽ മാത്രമേ ഈ ഭാവിയിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു നടപടിയുടെ ഭാഗമായി, അതായത് അഭിനന്ദനെ നമുക്ക് കൈമാറുവാൻ പാകിസ്ഥാൻ പെട്ടെന്ന് തയ്യാറായി എന്നുള്ളത് കൊണ്ട് നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാകും എന്നത് കൃത്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും കാതലായിട്ടുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. വലിയ മഴയുടെ സീസണിൽ 1 മണിക്കൂർ മഴ പെയ്യാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോഴാണ് എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ വീണ്ടും ഇതൊരു പ്രശ്നമായി നിലനിൽക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്ക പാകിസ്ഥാനിലെ പല തീവ്രവാദ കേന്ദ്രങ്ങളും വസീറിസ്ഥാനിലെയും ഒക്കെ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചും നേരിട്ടും ഒസാമ ബിൻ ലാദനെ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ പരമാധികാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്. ഇതുവരെ അമേരിക്ക ആക്രമിച്ചിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ധാരണയുടെ പുറത്താണ് ഈ കാര്യങ്ങൾ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് എതിരെ നടപടികൾ എടുക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാകുമ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഈ പ്രസ്താവനയുടെ കള്ളത്തരം, ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നമെന്നുമാണ് ഞാൻ വിലയിരുത്തുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. മേജർ രവി അവിടെ തുടരുന്നുണ്ട്. ഈ അഭിനന്ദൻ വർദ്ധമാൻ 2 മണിയോടെ എത്തിച്ചേരും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി രാജ്യമെമ്പാടും തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, സാധാരണ മനുഷ്യർ അദ്ദേഹത്തിന് വേണ്ടി വരവേൽപ്പും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും നടത്തുകയാണ്. വിവിധയിടങ്ങളിൽ പ്രകടനം പോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹത്തിൻ്റെ ധീരത വലിയ തോതിലാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. ഇന്നലെ 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ വന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ധീരത പരാമർശിച്ചു പോവുകയുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ F-16 വിമാനത്തെ അദ്ദേഹത്തിൻ്റെ MiG-21 വിമാനമാണ് തകർത്തത്. അത് തകർത്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഈ പറയുന്ന ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോയത്. വീണത് ഈ പാകിസ്ഥാൻ അകത്തായിരുന്നു. അവിടെയും അപ്പോഴും അദ്ദേഹം ധീരമായിട്ടുള്ള ഒരു പട്ടാളക്കാരന് സഹജമായിട്ടുള്ള ധീരത പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മേജർ രവി, നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, അദ്ദേഹം അല്പസമയത്തിനകം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണല്ലോ. ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഉണ്ടാകാത്ത ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഈ ആക്ഷന് വേണ്ടി പോവുകയും, പക്ഷെ അവിടെ എത്തി വീണതിന് ശേഷം പോലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ കാണിച്ച മനസ്ഥൈര്യം, അതൊക്കെ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക്, അത്തരം പരിശീലനങ്ങളിലൂടെ പോകാത്ത ആളുകൾക്ക് അത്ഭുതകരമായി തോന്നും. മരണം തന്നെയാണ് ഒരുപക്ഷെ മുന്നിൽ വന്ന് വീണിരിക്കുന്നത്. യുദ്ധ സജ്ജരായി നിൽക്കുന്ന ശത്രുരാജ്യത്തിൻ്റെ ആളുകൾക്ക് മുന്നിലേക്ക് വന്ന് വീണിരിക്കുകയാണെന്നൊക്കെ അറിയുമ്പോഴും അദ്ദേഹം വളരെ ഞാൻ പറയേണ്ടത് മാത്രമേ പറയുകയുള്ളൂ എന്ന നിലപാടൊക്കെ സ്വീകരിച്ചത് ഈ ലോകം മുഴുവൻ തന്നെയും കണ്ടതാണ്. ഒരുപക്ഷെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതൊക്കെ സാധാരണമായ കാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും പുറത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു ധീരമായ പ്രവൃത്തി എന്ന് തന്നെ തോന്നുന്നതാണ്. അത് ആ രീതിയിലുള്ള ധീരതയ്ക്കുള്ള സമ്മാനം അദ്ദേഹത്തിൻ്റെ വരവേൽപ്പായിട്ട് രാജ്യത്തെമ്പാടും ഇപ്പോൾ കാണുന്നുമുണ്ട്. ഏത് നിലക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ രാജ്യം വിലയിരുത്തേണ്ടത്? എത്രക്ക് ആദരവ് അർഹിക്കുന്നുണ്ട് അഭിനന്ദൻ വർദ്ധമാൻ? ഇവിടെ അഭിനന്ദൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത്
ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പട്ടാളത്തിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതും നടക്കുന്നുണ്ട്. വെൻ യു ബിക്കം എ പ്രിസണർ ഓഫ് വാർ, വാട്ട് വിൽ ഹാപ്പൻ ടു യു? നിങ്ങളുടെ ടോർച്ചർ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ നിങ്ങളെ കൊല്ലുകയും ചെയ്യും. അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് 2 ഉദാഹരണങ്ങൾ എടുക്കാം. ഒരു സിറ്റുവേഷനിൽ അഭിനന്ദന് തോന്നി, ഓക്കെ ഞാനിപ്പോൾ സിവിലിയൻസിൻ്റെ അടുത്ത് അകപ്പെട്ടിരിക്കുകയാണ്, ഐ വിൽ ഹോൾഡ് ഓൺ. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മനോധൈര്യം നമ്മൾ കാണുന്നത്. എന്തു തന്നെയാലും ശരി, ഞാൻ ഇൻഫർമേഷൻസ് ഞാൻ കൊടുക്കില്ല, ഐ വിൽ സ്റ്റേ ബാക്ക്. ആ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് എടുക്കാനുള്ള കഴിവുണ്ട്, ഞാനത് ചെയ്തിരിക്കും. ചില സിറ്റുവേഷൻ നമുക്ക് തോന്നുകയാണ് ഇവിടെ ഞാൻ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പം മനുഷ്യ സഹജമാണ്, എത്രയും വലിയ ടോർച്ചേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ആഫ്റ്റർ 2-3 ഡേയ്സ് എല്ലാം സംടൈംസ് വിൽ സക്കം. പക്ഷേ ഇദ്ദേഹം ആദ്യം കാണിച്ചിരിക്കുന്നത് ആ മാപ്പ് നശിപ്പിക്കുക എന്നുള്ളത്. ഒരു ഫ്ലൈറ്റ് മാപ്പ് പാകിസ്ഥാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടും. ആ മാപ്പിനെ അദ്ദേഹം ആദ്യം ഡിസ്ട്രോയ് ചെയ്തു ഈ വീഴുന്ന സമയത്ത് തന്നെ. ദാറ്റ് ഈസ് ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ആ ധീരതയ്ക്കുള്ള ആ ഒരു അപ്രിസിയേഷൻ നമ്മൾ അവിടെ കൊടുക്കണം. രണ്ടാമത്തത് അദ്ദേഹം കാണിച്ചതെന്താണ്, എന്നെ പിടിച്ചിട്ട് എന്ത് തന്നെ ചെയ്താലും ശരി, ശക്തമായിട്ട് എന്ത് ഇൻട്രോഗേഷൻ നടക്കുന്നത്, കണ്ണ് കെട്ടിയിട്ട് നിൽക്കുന്ന ഇൻട്രോഗേഷൻ നമ്മൾ കണ്ടു, അതിനുശേഷം ഹോസ്പിറ്റലിലെ ഇൻട്രോഗേഷനിലും നമ്മൾ കണ്ടതാണ്. എന്ത് തന്നെയായാലും ഐ എം നോട്ട് സപ്പോസ് ടു ടെൽ യു ദാറ്റ്. ഏത് ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ബോൾഡായിട്ട് ശക്തനായിട്ട് നിന്നുകൊണ്ട് അത് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അതൊരു ധീരതയാണ്. കാരണം ഇത് പറയുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ചില പാകിസ്ഥാനിക്ക് തലക്ക് വെളിവില്ലാത്തവരാണെങ്കിൽ അവർ 3rd ഡിഗ്രി മെത്തേഡ് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്താലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ബോൾഡ്നെസ്സിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ധീരതയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നീ എന്ത് ചെയ്താലും ശരി ഞാൻ പറയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണുന്നുണ്ട്. ഹോസ്പിറ്റലിനകത്ത് ആ പാകിസ്ഥാനീസ് ചോദിക്കുന്ന സമയത്ത് ചായ കുടിച്ചുകൊണ്ടും പറയുന്നത് ആ സമയത്തും വളരെ സാത്വികനായിട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് കറേജ് വാട്ട് ഹി ഷോഡ്. അപ്പുറത്ത് നമ്മൾ കാർഗിൽ യുദ്ധം എടുത്തു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ എന്തുകൊണ്ട് അഹൂജ ഷോട്ട് ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് തോന്നിക്കാണും ഇവിടെ എനിക്ക് രക്ഷയില്ല, യുവമാർ എന്നെ കൊല്ലും, പക്ഷെ കൊല്ലുന്നതിന് മുന്നേ അവർ എന്നെ ടോർച്ചർ ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ളതെല്ലാം അവർ എടുത്തിട്ടാണ് പിന്നെ അവർ കൊല്ലുമെന്നുള്ള തീരുമാനമായി. അവിടെ അദ്ദേഹം കാണിച്ച ധീരത എന്താണ്, ഞാൻ മരിച്ചാലും ശരി എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല, അതിനാണ് ഹി ഷോട്ട് ഹിംസെൽഫ്. സോ ഇത് ഓരോരോ പട്ടാളക്കാരൻ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഓരോരോ ശിക്ഷണങ്ങളിലും അത് ഏത് സിറ്റുവേഷനാണെന്ന് നോക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് അഭിനന്ദൻ ഈസ് എ വെരി ബ്രേവ് ഗായ് എന്നുള്ളത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് എന്ത് തന്നെയാലും ശരി തീരുമാനിച്ചു, നിങ്ങൾ കൊല്ലുന്നെങ്കിൽ കൊല്ല്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നിങ്ങൾ എന്നെ കൊല്ലില്ല. അപ്പോൾ അത് പിന്നെ ഭാഗ്യത്തിന് എന്തുണ്ടായി, ഇതെല്ലാം വീഡിയോ ആയിട്ടത് പുറത്തു വരികയും നേരെ മറിച്ചത് വീഡിയോ ആയിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ ഇമ്രാൻഖാൻ കാണിക്കുന്ന ഈ സാത്വികത്വം തോന്നുന്നു അവർ കാണിക്കില്ലായിരുന്നു. കാരണം ആ ആളുണ്ടെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതില്ലാതെ തന്നെ അവർക്ക് പറയാം നിങ്ങളുടെ ഒരു എയർക്രാഫ്റ്റോട് വീണിട്ടുണ്ട്, ആൾ മരിച്ചുപോയി. പക്ഷേ ഇത് ടോർച്ചർ ചെയ്തിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് പല ഇൻഫർമേഷൻസ് എടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോഴും ഇമ്രാൻഖാൻ വീഴില്ല. ഇവിടെ ഇമ്രാൻഖാൻ അടിയറ വെച്ചിരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ സാത്വികത്വം മാത്രമല്ല, ഹി ഗോട്ട് പ്രഷർ ഫ്രം ഓൾ ദ സൈഡ്സ്. വൈ? ബിക്കോസ് ഈ വീഡിയോ എക്സ്പോസായി, ഒരു പ്രിസണർ ഓഫ് വാറിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ഇവരെ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കംപ്ലീറ്റ് വേൾഡ് എല്ലാ രാഷ്ട്രങ്ങൾക്കും അറിയാം. അപ്പോൾ ഇവിടെ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് പറയാം, ഓക്കെ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, നൗ വാട്ട് ഈസ് യുവർ ഡിമാൻഡ് എന്ന് ചോദിക്കും. ആ ഡിമാൻഡിന് വേണ്ടിയിട്ടാണ് സൽമാൻ ഖാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സമാധാനത്തിൻ്റെ പാതയിൽ പോകാം. പക്ഷേ ഇത് നേരത്തെ മിസ്റ്റർ ജോസാണ് തോന്നുന്നത്, എനിക്ക് മുന്നേ സംസാരിച്ച ആരാധന എനിക്ക് കാണാൻ പറ്റുന്നില്ല, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. ഇതിൻ്റെ ഒരു യാഡ് സ്റ്റിക്ക് അല്ല. ഇനി ഞങ്ങൾ യുദ്ധം ഉണ്ടാവില്ല, എല്ലാം എപ്പോഴും സമാധാനമായിരിക്കും. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് അത് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. 48 തൊട്ടിട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രക്രിയയിലും അവർ എന്നും എന്തെല്ലാം സമയം കിട്ടുന്നോ ഈ സമയത്തെല്ലാം ഇന്ത്യനെ എങ്ങനെയെല്ലാം ശല്യം ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കറക്റ്റാണ്. ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള മിലിറ്റൻസി ക്യാമ്പുകൾ ഇന്നും പാകിസ്ഥാനിലുണ്ട്. അതിലൊന്നാണ് ലഷ്കർ തോയ്ബയും ഈ മസൂദിൻ്റെ കാര്യം പറഞ്ഞത്. മസൂദിനെ ആരുണ്ടാക്കിയിരിക്കുന്നു? അമേരിക്ക വിൽ നോട്ട് ടച്ച് ഹിം. അമേരിക്കയിലെ ഇയാൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടെററിസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ടെററിസം പരത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഈ അമേരിക്കയാണ്. സോ ആ അമേരിക്ക ഒരിക്കലും മസൂദിൻ്റെ ക്യാമ്പ് കൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യില്ല. മസൂദ് ആരാണ്? മസൂദ് ഈസ് ടോട്ടലി വർക്കിംഗ് എഗൻസ്റ്റ് ഇന്ത്യ.
ആ ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മസൂദിനെ കൊല്ലണം അല്ലെങ്കിൽ പിടിച്ചിട്ട് നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇമ്രാൻഖാൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ വിൽ ജസ്റ്റ് ലോഫ് ഇറ്റ് ഔട്ട്. വൈ? ബിക്കോസ് അവരുടേതായിട്ടുള്ള കുട്ടിയാണത്. ആ കുട്ടീനെ അവർ ഒരിക്കലും നശിപ്പിക്കില്ല. അപ്പോൾ അതൊന്നും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമുക്ക് ഈ പ്രഷറിൽ വെച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ റിറ്റാലിയേറ്റ് എന്നുള്ളൊരു മെസ്സേജ് നമ്മളിപ്പോൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഇതിനി വരുംകാലങ്ങളിലുള്ള ഏത് ഗവൺമെൻറ് ആയാലും ശരി ഈ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. നിങ്ങൾ വെറുതെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ അവിടെ വന്നിട്ട് മിലിറ്റൻസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വന്ന് ഭീകര ക്യാമ്പുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭീകര ആക്രമണങ്ങൾ നടത്തുക ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ ഒരിക്കലും ഇന്ത്യക്കാർ ഭീകരർ പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കേൾക്കാത്തിടത്തോളം കാലം ഇന്ത്യക്ക് ഇന്ന് പറയാം, ഇത്രയും കാലം നിങ്ങൾ പലതും ഇപ്പുറത്ത് വന്നിട്ട് ഞങ്ങളുടെ പട്ടാളക്കാരെ കൊന്നിട്ട് പോയിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. കാർഗിൽ യുദ്ധത്തിന് മുന്നേ പലപ്പോഴും ഷെല്ലിംഗ് നടത്തിയിട്ട് എത്രയോ പട്ടാളക്കാർ അവിടുന്ന് പോകുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കാർഗിൽ സെക്ടറിൽ നിന്ന്. ഈ സമയത്ത് പോലും ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്യാറില്ലായിരുന്നു. അപ്പോഴും അവർ സംസാരിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇത്രയും കാലം സമന്വയത്വം പാലിച്ചിട്ടുള്ള ഈ ഒരു രാജ്യം ഇന്ന് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അടുത്ത് എന്ത് ഫ്രണ്ട്ഷിപ്പിന് കൈ നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കൈ തട്ടിത്തെറിപ്പിക്കുക അല്ലെങ്കിൽ വെട്ടിക്കളയും. പക്ഷേ ഇന്നിപ്പോൾ അവർ വെച്ചിരിക്കുന്ന ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൈ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇസ് ദസ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളൊരു രാഷ്ട്രം, സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണെന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള രാഷ്ട്രം നിങ്ങൾക്ക് എന്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുള്ള മെസ്സേജ് ഇനിയിപ്പോൾ നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റാതെ വെച്ച് കഴിഞ്ഞാൽ അവരത് കേൾക്കണം. അപ്പം ചില കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മസൂദിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. ദാവൂദ് ഇബ്രാഹിമിനെ ഇത്രയും കാലം അവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യില്ലത്. ബോംബെ ബ്ലാസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ദാവൂദിൻ്റെയാണ്. അവരെ പറഞ്ഞേക്കില്ല. കാരണം ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് നടത്തുന്ന ഏത് മിലിറ്റൻസി അക്രമങ്ങൾക്കും അവർക്കൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളെ വെച്ചിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇനിയും നടക്കും. ഇന്നത്തെ മാത്രമല്ല, ഇന്നത്തെ ഈ സംസാരത്തിൻ്റെ അകത്ത് ഇനി അവർ ആക്രമിക്കില്ല. നോ, ഇനിയും ഇതിനകത്ത് കാശ്മീരിലോട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ആൾക്കാരെ ഇനിയും കയറ്റി അയച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അവർ ട്രെയിനിങ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ എന്തെല്ലാം രീതിയിൽ മനസ്സമാധാനം കെടുത്താനുള്ള വഴികളുണ്ടോ അതെല്ലാം അവർ ചെയ്യും. ഇത് കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാശ്മീരിനകത്തിരിക്കുന്ന മുസ്ലിങ്ങളെ പോലും ഇവർ വഴിതിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക് രാഷ്ട്രമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനകത്ത് പോലും ഞങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ള ഫീലിംഗ് കൊടുക്കാനുള്ള അങ്ങനെയുള്ള ഈ പോയ്സണാണ് അവർ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരി, അതൊക്കെയാണ് പലരും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പട്ടാളക്കാരുടെ കേസ് ഞാൻ പറയാം. ഇത് ഞാൻ പറയട്ടെ, ഒരു പറയൂ അതുകൂടെ പറഞ്ഞു പൂർത്തിയാക്കും. കാരണം ഒരു പട്ടാളക്കാരൻ ഇപ്പം മരിച്ചു, അദ്ദേഹത്തിന് അശോക് ചക്ര കിട്ടി. ആ പട്ടാളക്കാരൻ ആരാണ്? അതിന് മുന്നേ 2 പ്രാവശ്യം സേനാ മെഡൽ ഗാലറി വാങ്ങിച്ചിട്ടുള്ള ആ വ്യക്തി പിന്നീട് മരിച്ചപ്പം അദ്ദേഹത്തിന് അശോക് ചക്ര കിട്ടി. ആരാണ് ഈ വ്യക്തി? ഈ വ്യക്തി പണ്ട് പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് ചെയ്തിട്ടുള്ള മിലിറ്റൻ്റ് ആയിരുന്നു. ആ മിലിറ്റൻ്റ് തിരിച്ചു വന്നിട്ട് പിന്നീടാണ് അവന് മനസ്സിലാവുന്നത്, ഇല്ല, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഐ എം നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ് എഗൻസ്റ്റ് ദിസ് തിങ്. അവരെന്തെല്ലാം പറയുന്നു അത് ഇന്ത്യ തകർക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് സറണ്ടർ ചെയ്ത് അവൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്തിട്ട് 2 പ്രാവശ്യം സേനാ മെഡൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എത്ര പേരെ കൊന്നതിന് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമയമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ അതിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം മേജർ രവി താങ്കളിലേക്ക്. ഡോക്ടർ ജോസുകുട്ടി, ഞാൻ താങ്കളിലേക്കും വരാം. അഭിനന്ദൻ വർദ്ധമാനെ കാത്ത് രാജ്യം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അദ്ദേഹത്തിന് വരവേൽപ്പിനായുള്ള പ്രകടനങ്ങളും ദേശാഭിമാന പ്രകടനങ്ങളും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 3-നും 4-നും ഇടയിൽ, 2 മണിക്ക് ശേഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3-നും 4-നും ഇടയിൽ എന്തായാലും അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശത്തേക്ക് എത്തും. അദ്ദേഹത്തെ ധീരത തെളിയിച്ച, ഇതിനകം തന്നെ തെളിയിച്ച അദ്ദേഹത്തെ രാജ്യം വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കും എന്ന വിവരമാണ് നമുക്കുള്ളത്. വാഗാ അതിർത്തിയിലെത്തിക്കും. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാകും. രാജ്യത്തിൻ്റെ സേനാ വിഭാഗങ്ങളുടെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാകും. ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉന്നത അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാകും എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ 1 മണിയോടെ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 2 മണിക്ക് ശേഷമാകും, 3-ഓ 4-ഓ ആയേക്കാം എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.